ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങുന്നു. ഇന്ന് കൊൽക്കത്തയിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കുവൈത്തിനെതിരെയാണ് ഛേത്രിയുടെ അവസാന മത്സരം. രാജ്യത്തിനായി 150 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഛേത്രിയെ 94 ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കമാണ്. അയർലൻഡിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത്തും ചേരുന്നു. ശരത്ത്, കായിക പ്രേമികൾക്ക് ഒരേ സമയം ദുഃഖവും ഒപ്പം തന്നെ സന്തോഷവും നൽകുന്ന മുഹൂർത്തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ച 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ഒപ്പം തന്നെ ഇന്ന് ഫുട്ബോളിൽ കുവൈത്തിനെതിരായ ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരം കൂടി. അത് ജയിക്കുകയാണ് താൻ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് സുനിൽ ഛേത്രി പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിന് അതൊരു ദുഃഖകരമായ മുഹൂർത്തമാകുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം എന്നുള്ള നിലയ്ക്കാണ്. എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും ലക്ഷ്മി, ഇന്ന് കായിക പ്രേമികൾക്ക് ഒരേ സമയം ദുഃഖവും അതുപോലെ തന്നെ സന്തോഷവുമുള്ള രണ്ട് വാർത്തകളാണ്. അതായത് ആദ്യം നമുക്ക് ദുഃഖവാർത്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാണ് ഇന്ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുക. ഇന്ന് കുവൈത്തിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അദ്ദേഹം അവസാനമായി ബൂട്ടണിയും. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 151 മത്സരമായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് 150 മത്സരം അഫ്ഗാനിസ്ഥാനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരമാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്, മാർച്ചിൽ കളിച്ച മത്സരം. അതിനുശേഷം അദ്ദേഹം ഇന്നാണ് കുവൈത്തിനെതിരായ മത്സരം കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കും. നമുക്കറിയാം, ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഒരു അതായത് ഏറ്റവും മികച്ചൊരു കളിക്കാരനും ഏറ്റവും മികച്ചൊരു ഗോൾ സ്കോറർ കൂടിയാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്നത്. 150 മത്സരങ്ങളിൽ നിന്ന് 94 ഗോളുകളാണ് സുനിൽ ഛേത്രി ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ടോപ്പ് സ്കോറർ. അതുമാത്രമല്ല, അന്താരാഷ്ട്ര ടോപ്പ് സ്കോറർമാരുടെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ സുനിൽ ഛേത്രി ഇതുവരെ 150 മത്സരങ്ങളിൽ നിന്ന് 94 ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ 3-ാം സ്ഥാനത്താണ് സുനിൽ ഛേത്രിയുടെ ഒരു സ്ഥാനമെന്ന് പറയുന്നത്. അതായത് ഇതിനു മുമ്പ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഗോൾ സ്കോർ ചെയ്ത ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹമാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ള താരം. അതിന് തൊട്ടുപിറകിൽ സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ്. എന്നാൽ അതിനും പിറകിൽ ഇന്ത്യയുടെ സുനിൽ ഛേത്രി എന്ന് പറയുന്നത് ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ഒരു ഇന്ത്യക്കാരൻ ലോക ഫുട്ബോളിനോട് കിടപിടിക്കുന്ന തരത്തിൽ ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കുക എന്നുള്ളത്. അതുമാത്രമല്ല, സുനിൽ ഛേത്രി നിലവിൽ 39 വയസ്സാണ് താരത്തിനുള്ളത്. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം വിരമിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കായികക്ഷമത നഷ്ടപ്പെട്ടത് കൊണ്ടോ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടോ അല്ല. കാരണം അദ്ദേഹം യുവതാരങ്ങൾക്ക് വേണ്ടിയാണ് പടിയിറങ്ങുന്നത് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിന് മുമ്പ് വരെ അത്തരത്തിലൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നാൽ ആ മത്സരത്തിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിലെ യുവതാരങ്ങളെ അതായത് പരിപോഷിപ്പിക്കുക. കാരണം ഇനി നിരവധി യുവതാരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ഇനി ബൂട്ടണിയാനായി കാത്തു നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ താരങ്ങൾക്ക് വേണ്ടി വഴി മാറി കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് സുനിൽ ഛേത്രി ഇവിടെ സാധ്യമാക്കുന്നത്. കാരണം അദ്ദേഹം വിരമിക്കുന്നതോടെ ഒട്ടനവധി ആരാധകരാണ് വിഷമത്തിലാകുന്നത്. കാരണം ഇന്ത്യ ഇത്രയും കാലം മുന്നിൽ നിന്ന് നയിച്ച ഒരു നായകൻ കൂടിയാണ്. 11-ാം നമ്പർ ജേഴ്സിയിലൂടെ ഇന്ത്യയെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററാണ്. ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു. കാരണം നിലവിൽ ഇന്ത്യയുടെ റാങ്കിംഗ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ 121-ാം റാങ്ക്. അത് നമ്മൾ മറ്റു രാജ്യങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത്ര ഭേദപ്പെട്ട ഒരു റാങ്കിംഗ് അല്ല. പക്ഷേ ഇന്ത്യ എക്കാലവും മികച്ച ചരിത്ര നേട്ടങ്ങളിൽ എത്തിക്കുവാൻ സുനിൽ ഛേത്രിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേടിയ നിരവധി കപ്പുകൾ ഇന്ത്യക്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് AFC ചാലഞ്ച് കപ്പാണ്. അത് 2008 AFC ചാലഞ്ച് കപ്പ് നേടിയപ്പോൾ അദ്ദേഹം ടീമിൽ അംഗമായിരുന്നു. അത് മാത്രമല്ല, സാഫ് കപ്പ് 4 തവണ ഇന്ത്യ സാഫ് കപ്പ് നേടുമ്പോഴും അതിലും സുനിൽ ഛേത്രി അംഗമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നെഹ്റു കപ്പ് 2007, 2009, 2012 സീസണുകളിൽ നെഹ്റു കപ്പ് സ്വന്തമാക്കിയപ്പോഴും സുനിൽ ഛേത്രി ടീമിൽ അംഗവും ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. അത് മാത്രമല്ല, സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ 2-ാം സ്ഥാനം ഇന്ത്യ കരസ്ഥമാക്കുമ്പോഴും അദ്ദേഹം ടീമിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ടീമിൻ്റെ അനവധി അദ്ദേഹം ടീമിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലായ്പ്പോഴും സുനിൽ ഛേത്രി ടീമിനൊപ്പം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പ് മലയാളി താരം IM വിജയനും അതുപോലെ തന്നെ ബൈച്ചും ബൂട്ടിയും ബൂട്ടഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരാകും ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കുക, ആരാകും ഇന്ത്യയുടെ ഒരു മുന്നേറ്റ നിരയെ നയിക്കുക എന്നുള്ള ചോദ്യം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് സുനിൽ ഛേത്രി എന്നൊരു പേര് മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണ് സുനിൽ ഛേത്രി ഇന്ത്യൻ ടീമിൻ്റെ ഒരു സ്ഥിര കളിക്കാരനും പിന്നീട് ക്യാപ്റ്റൻ എന്ന നിലയിലേക്കും വളർന്നത്. അവിടെ നിന്ന് സുനിൽ ഛേത്രി മികച്ച ഒരു പ്രകടനമാണ് പിന്നീട് ഉടനീളം കാഴ്ചവെച്ചത്. നമുക്കിതിൽ എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് മികവ് തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക ഘടന പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ലോക ഫുട്ബോളർമാരുമായി താരതമ്യം ചെയ്താൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഉയരമോ എന്നാൽ വേണ്ടത്ര ഒരു ഫിസിക്കോ നമുക്ക് തോന്നിക്കില്ല കാഴ്ചയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപമോ ഫിസിക്കോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആ കഠിനാധ്വാനവും പരിശ്രമവും എല്ലാം തന്നെ നമുക്ക് അദ്ദേഹത്തിന് ആ മൈതാനത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഉയരമില്ലായ്മയിലൊക്കെ നിന്നും അദ്ദേഹം നിരവധി ഹെഡർ ഗോളുകൾ അടക്കം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കോ ശാരീരിക ക്ഷമതയൊന്നുമല്ല, അദ്ദേഹം ആ കളിയോട് കാണിക്കുന്ന ആ ഒരു 100% ആ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് അദ്ദേഹത്തിനെ എല്ലാ കളിക്കാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. എന്തായാലും കായിക പ്രേമികൾക്ക് ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ് സുനിൽ ഛേത്രി ഫുട്ബോളിൽ നിന്ന്, അതായത് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങുക എന്നുള്ളത്.